ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഉച്ചയൂണും ബ്രേക്ക്ഫാസ്റ്റും എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു അപ്പമാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണിത് ഉണ്ടാക്കുന്നത്. അപ്പം കാലത്ത് തന്നെ നമ്മൾ കൂട്ടി വെച്ച് ഒരു മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി പത്തിരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അര ഗ്ലാസ്, ആ ഗ്ലാസ് കൊണ്ട് തന്നെ അര ഗ്ലാസ് നാളികേരം, 1/4 ഗ്ലാസ് അവിലും, പിന്നെ ഒരു നാളികേരത്തിൻ്റെ വെള്ളവും, ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് പഞ്ചസാര, ഒരു 2 സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിരുന്നത് അരച്ചെടുക്കണത്. അപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു പകുതി തക്കാളി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 വെളുത്തുള്ളി. ഇത്രയാണ് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തുള്ളത്. വേറൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ സവാള, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം സവാള നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവൊന്നും വേണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവും. അപ്പം സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്ര വഴണ്ടാൽ മതിയാവും സവാള കേട്ടോ. അപ്പം അതിലേക്ക് പൊടികൾ, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തുള്ളത്. 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1-2 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചുള്ള തക്കാളി ഇട്ടു. അതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ടു. എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇത് വെന്ത് വരാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ഒരു പകുതി വേവായപ്പോൾ അതിലേക്ക് നമ്മൾ നിറച്ചൊരു പിടി ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒരു പകുതി മുക്കാൽ വേവായപ്പോൾ ഞാൻ ഗ്രീൻ പീസും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും ഞാൻ ഉടച്ചതിലൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അവസാനമായിട്ട് കുറച്ച് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ബൗൾ നാളികേരപ്പാൽ, ഒരു 2-3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും നാളികേരപ്പാൽ. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം നാളികേരപ്പാൽ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു. ഈ സമയത്ത് ഉപ്പ് നോക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നാളികേരപ്പാൽ ഒഴിച്ച് ഞാൻ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തു. അപ്പം നമ്മുടെ നല്ല മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതേ നമ്മൾ അപ്പം ഉണ്ടാക്കി എടുക്കണേ. അപ്പോൾ അതേ പാനൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഗ്രീൻ പീസ് മസാലയും ചായയും.
അപ്പോൾ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന അപ്പവും അതുപോലെ തന്നെ കറിയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഇന്ന് പച്ചക്കറികൾ തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമൊന്നും പച്ചക്കറിയാണ്. അപ്പോൾ എല്ലാ ദിവസവും നടക്കില്ല, എന്നാലും കുറച്ച് ദിവസമെങ്കിലും ഒന്ന് പച്ചക്കറി കഴിക്കാനായിട്ടാണ്. അപ്പം നമ്മളിന്ന് പരിപ്പും മാങ്ങയാണ് കറി വയ്ക്കുന്നത്, ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതേ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചിൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കറിയാണ് പരിപ്പ് വെച്ചിട്ടുള്ളത് തന്നെ. മാങ്ങയും ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മാങ്ങയും ഒക്കെ ഇട്ടിട്ട് കടുക് വറക്കണത്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ 2 കാന്താരി മുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്നും കൂടി ഒന്ന് ആ മാങ്ങയൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇടണം. വേറെ നമ്മൾ ഇനി കാച്ചുമ്പോഴൊന്നും മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ദേ മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പുളിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് താളിച്ചെടുക്കാം. അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപ്പ് കറി. അപ്പോൾ ഇത് പരിപ്പ് മാങ്ങിയിട്ട് കുത്തിക്കാച്ചും ചെയ്യുക, ഇതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാങ്ങയൊക്കെ ഇട്ട്, മാങ്ങ ഇരുമ്പാമ്പുളി ഇടുമ്പോഴാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പുളി ഒഴിച്ചിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, മാങ്ങ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ അതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാങ്ങയും ഉപ്പൊക്കെ ഇട്ട് വെന്ത് വന്നതിൽ നമ്മൾ കടുക് വറുത്തിട്ടു. അപ്പോൾ അത് ഈ പച്ചക്കറി ആകുമ്പോൾ കുറച്ച് രസം വെള്ളം നല്ലതാണല്ലേ. അപ്പോൾ ചട്ടിയിലേക്ക് ചതച്ച കുരുമുളക്, ചെറിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, 2 ചെറിയുള്ളി, പിന്നെ ഒരു 1/2 സ്പൂൺ ഉണ്ടാവും മുളക് പൊടിയും 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ടു. പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു അതിലേക്ക്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും രസത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പകുതി തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് രസമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ച് രസം ഒന്ന് താളിച്ചു കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ കൂർക്കുപ്പേരിയാണെന്ന്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൂർക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറിയുള്ളി ചതച്ചതും കറിവേപ്പില ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് ചതച്ച മുളകും പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള കൂർക്ക അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ മുളക് പൊടി ഒന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള കൂർക്ക അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത കൂർക്കയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ.
പിന്നെ ഇത് നമ്മൾ കുറച്ച് കൊണ്ടാട്ടം ഗോവയ്ക്ക കൊണ്ടാട്ടം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട്, അതിലേക്ക് രസം വെള്ളം, പിന്നെ കോവയ്ക്ക കൊണ്ടാട്ടം, പിന്നെ നമ്മുടെ കൂർക്ക ഉപ്പേരി, ഒഴിച്ചുകറിയായുള്ള പരിപ്പ് കറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.